34 മുതൽ. നിശ്ചയമായും ഭയഭക്തന്മാർക്ക് തങ്ങളുടെ രക്ഷിതാവിൻ്റെ അടുക്കൽ സുഖാനുഗ്രഹത്തിൻ്റെ തോപ്പുകൾ ഉണ്ടായിരിക്കും. എന്നാൽ മുസ്ലിങ്ങളെ നാം കുറ്റവാളികളെപ്പോലെ ആക്കുകയോ? നിങ്ങൾക്കെന്താണ്? എപ്രകാരമാണ് നിങ്ങൾ വിധി കൽപ്പിക്കുന്നത്? അഥവാ നിങ്ങൾക്ക് വല്ല ഗ്രന്ഥവുമുണ്ടോ? നിങ്ങളതിൽ പഠിച്ചുകൊണ്ടിരിക്കുമാറ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് നിശ്ചയമായും അതിൽ നിങ്ങൾക്കുണ്ടായിരിക്കുമെന്ന് അവരോട് ചോദിക്കൂ. അവരിൽ ഏതൊരുവനാണ് അത് സംബന്ധിച്ച് ഏറ്റുപറയുന്നവൻ? അഥവാ അവർക്ക് വല്ല പങ്കുകാരുമുണ്ടോ? എന്നാൽ അവർ തങ്ങളുടെ പങ്കുകാരെ കൊണ്ടുവരട്ടെ, അവർ സത്യവാന്മാരാണെങ്കിൽ. ഇവിടെ ഈ കെട്ടുകഥകളൊക്കെ പറഞ്ഞ് അവരെ ശിക്ഷിക്കുമെന്നൊക്കെ ഭീഷണിപ്പെടുത്തിയപ്പോൾ ചില ഖുറൈശി നേതാക്കന്മാർ പറഞ്ഞു, അങ്ങനെ പരലോകവും ശിക്ഷയൊക്കെ ഉണ്ടെങ്കിൽ പോലും മുഹമ്മദിനെയും മുഹമ്മദിൻ്റെ കൂടെയുള്ളവരെയും പോലെ ഞങ്ങൾക്ക് ശിക്ഷയൊന്നും കിട്ടില്ല. കാരണം നിങ്ങളെക്കാളുമൊക്കെ നല്ല മനുഷ്യരാണ് ഞങ്ങൾ. മുഹമ്മദിനേക്കാളും മുഹമ്മദിൻ്റെ കൂടെ ഉള്ളവരെക്കാളും ഒക്കെ നന്മയുള്ളവരാണ് ഞങ്ങൾ എന്നതുകൊണ്ട് തന്നെ ഇനി അഥവാ മുഹമ്മദ് പറയുന്നത് പോലെ അങ്ങനെ ഒരു പരലോകവും ശിക്ഷയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ആ ശിക്ഷയൊന്നും ഞങ്ങൾക്ക് കിട്ടില്ല, അതൊക്കെ മുഹമ്മദിന് തന്നെയാണ് കിട്ടുക എന്ന് ഉത്ബ ഇബ്നു റബീഅ എന്ന് പറയുന്ന ഒരു ഖുറൈശി പ്രമാണിയാണ് അങ്ങനെ പറഞ്ഞത് എന്നാണ് മുഫസ്സിറുകൾ പറയുന്നത്. മുഹമ്മദ് പറയുന്നത് ശരിയാണെങ്കിലും അവനേക്കാളും നന്മയുള്ളവർ നമ്മൾ തന്നെയാണ്, ഇഹലോകത്തും പരലോകത്തും ഞങ്ങൾക്കൊരു ശിക്ഷയും ഉണ്ടാവില്ല എന്ന് ഖുറൈശികൾ കളിയാക്കി പറഞ്ഞു. അതിനുള്ള മറുപടിയായിട്ടാണ് അള്ളാഹു ഇങ്ങനെ കലിപ്പ് കയറിയിട്ട് ഈ ഒരർത്ഥവും ഇല്ലാത്ത, ഒരു തലയും പാലും ഇല്ലാത്ത ഈ വാക്യങ്ങൾ ഉരുവിടുന്നത്. ഞാൻ ഒന്നുകൂടെ വായിക്കാം. നിശ്ചയമായും ഭയഭക്തന്മാർക്ക് തങ്ങളുടെ രക്ഷിതാവിൻ്റെ അടുക്കൽ സുഖാനുഗ്രഹത്തിൻ്റെ തോപ്പുകളുണ്ടായിരിക്കും. എന്നാൽ മുസ്ലിങ്ങളെ നാം കുറ്റവാളികളെപ്പോലെ ആക്കുകയോ? നിങ്ങൾക്കെന്താണ്? എപ്രകാരമാണ് നിങ്ങൾ വിധി കൽപ്പിക്കുന്നത്? അഥവാ നിങ്ങൾക്ക് വല്ല ഗ്രന്ഥവുമുണ്ടോ? നിങ്ങളിൽ വായിച്ചു പഠിച്ചുകൊണ്ടിരിക്കുമാറ് നിങ്ങൾ യഥേഷ്ടം തിരഞ്ഞെടുക്കുന്നത് നിശ്ചയമായും അതിൽ നിങ്ങൾക്കുണ്ടായിരിക്കുമെന്ന് അവരോട് ചോദിക്കൂ. അവരിൽ ഏതൊരുവനാണ് അത് സംബന്ധിച്ച് ഏറ്റുപറയുന്നവൻ? അഥവാ അവർക്ക് വല്ല പങ്കുകാരും ഉണ്ടോ? എന്നാൽ അവർ തങ്ങളുടെ പങ്കുകാരെ കൊണ്ടുവരട്ടെ, അവർ സത്യവാന്മാരാണെങ്കിൽ. അവർക്ക് ശിക്ഷയൊന്നും കിട്ടില്ല, അവർ നല്ലവരാണെന്നും മുഹമ്മദിൻ്റെ കൂടെ ഉള്ളവരുമാണ്, തല്ലിപ്പുളികളൊന്നും അവർക്കേ ശിക്ഷ കിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയതിനും അവരങ്ങനെ ഇവിടുന്നാണ് പറഞ്ഞത്. അവർക്ക് അത് പറഞ്ഞു കൊടുക്കാൻ വല്ല ഗ്രന്ഥോര കയ്യിലുണ്ടോ? ഓരോരുത്തേക്ക് വേറെ വല്ല പഠിച്ചോനും വന്നിരിക്കണോ? ഓർക്ക് ഇവിടുന്ന് ഈ കഥയൊക്കെ കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് കലിപ്പ് തീർക്കുന്ന കുറേ അർത്ഥശൂന്യമായ വാക്കുകൾ ഉരുവിടുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇനി ബാക്കി